السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ കൈകാര്യം ചെയ്യുന്നത് ഖുറൈശ് എന്ന സൂറത്താണ്. ഇതിൽ 4 ആയത്താണുള്ളത്. ഖുർആനിലെ 106-ാമത്തെ ആയത്ത്. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഇതിൻ്റെ അർത്ഥം ലീലാഫി ഖുറൈശികളെ ഇണക്കിയത് കാരണമായി ഈലാഫിഹിം രഹ്ലത്ത ഷിതാഇ വസ്സൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ ഇണക്കിയതിനാൽ തന്നെ ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അവർ ഈ ഭവനത്തിൻ്റെ ഉടമയെ വേണം ഇബാദത്ത് ചെയ്യാൻ, അവന് വേണം കീഴടങ്ങി ജീവിക്കാൻ. فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. അവർക്ക് വിശക്കുന്നതിന് ഭക്ഷണവും ഭയത്തിന് പകരം നിർഭയത്വവും നൽകിയ നാഥൻ. ഇതാണ് ഈ സൂറത്തിൻ്റെ പൊതുവായിട്ടുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത്, ജബ്ബാറിൻ്റെ ദുഷ്ടത അത് ഏറ്റവും മൂർത്തമായിട്ടുള്ള രീതിയിൽ തെളിഞ്ഞു വരുന്ന ഒരു സൂറത്ത് കൂടിയാണിത്. ഖുർആനിലെ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള സൂറത്ത് എന്നാണ് ഈ അധ്യായത്തെ ജബ്ബാർ വിശേഷിപ്പിക്കുന്നത്. എന്നോട് ഒരാൾ ഖുർആനിലെ ഏറ്റവും നികൃഷ്ടമായ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ആയത്താണെന്ന് ഞാൻ പറയും എന്നാണ് ജബ്ബാർ മൗലാന പറയുന്നത്. അതിന് കാരണം എന്താണ്? ഇത് വർഗത്തെ അല്ലെങ്കിൽ ജാതീയതയെ പൊക്കി പറയുന്ന സൂറത്താണ്. എന്നിട്ട് മൂപ്പർ പറയണത് എന്താണ്? ആധുനിക അല്ലെങ്കിൽ പരിഷ്കൃത ലോകത്തിന് തീരെ ചേരാത്ത സൂറത്ത്. ഏതാണാവോ ഈ പരിഷ്കൃത യുഗം? ഇതിൽ 2 സംഗതിയാണുള്ളത്. ഒന്ന്, ജബ്ബാർ പറയുന്ന ജാതീയത അല്ലെങ്കിൽ ഗോത്രമഹിമയെ പ്രശംസിക്കാന്നുള്ളത് ഈ ആയത്തിൽ ഒരിടത്തുമില്ല എന്നുള്ളതാണ്. അത് ജബ്ബാർ കെട്ടിയേൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഇവിടെ പറയണത് എന്താണ്? ഇവിടെ ഖുറൈശികൾക്ക്, അറബികളിൽ വെച്ച് പ്രത്യേകമായി ഖുറൈശികൾക്ക് അള്ളാഹു നൽകിയ ചില അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ് ഇവിടെ ചെയ്യുന്നത്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് 3 സംഗതിയാണ് ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നത്. ഒന്ന്, ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള അവരുടെ യമനിലേക്കും ഷാമിലേക്കുമുള്ള കച്ചവട യാത്ര. ആ കച്ചവട യാത്രയ്ക്ക് പറ്റിയ സംവിധാനം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ്. ആ സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റ് വിഭാഗങ്ങളൊക്കെ കയ്യേറ്റത്തിന് കൊള്ളക്കുമൊക്കെ വിധേയമാവുമ്പോൾ ഇവരുടെ കച്ചവട സംഘത്തെ ആരും കൊള്ള ചെയ്യാറില്ല. അപ്പോൾ ഈ 2 കാലഘട്ടങ്ങളിലും അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നത് മാത്രമല്ല, ആ കൊള്ളക്കാരിൽ നിന്ന്, പിടിച്ചുപറിക്കാരിൽ നിന്നൊക്കെ, അതായത് ഖുറൈശികൾ കഅബയുടെ ആളുകളാണ് എന്ന് അറബി ലോകം മൊത്തത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവർ പോകുന്ന മാർഗങ്ങളിലുള്ള കൊള്ളക്കാരടക്കം അവരെ വെറുതെ വിടുകയും അവർ കഅബൻ്റെ ആളുകളായതുകൊണ്ട് അവരെ വല്ലതും ചെയ്താൽ തങ്ങൾക്ക് പിന്നെന്തോ കുരുത്തക്കേട് പറ്റുമെന്നോ മറ്റോ അവർക്ക് വിശ്വാസം ഉണ്ടാവാം. അല്ലെങ്കിൽ കഅബയോടുള്ള ബഹുമാനത്തിൻ്റെ പേരിലായിരിക്കാം. എന്തായിരുന്നാലും ഇവരാരും ആക്രമിക്കാറില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, പൊതുവിൽ മക്കയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ വിശേഷിച്ചും ആ കാലഘട്ടത്തിൽ അറേബ്യയുടെ 4 ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കാലത്തും മറ്റുമൊക്കെ അവിടെ ഹജ്ജിനും ഉംറക്കും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് അവിടെ നന്നായിട്ട് ആ പ്രദേശത്തും കച്ചവടം നടക്കും. അപ്പം മക്കയിൽ പൊതുവിൽ പട്ടിണിയില്ല. പിന്നെ മക്ക എന്ന് പറയുന്നത് സൂറത്ത് തീനിൽ പറഞ്ഞ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയമായിട്ടുള്ള നാട് എന്ന് പറഞ്ഞാൽ
ആ നാടിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മറ്റാരും അവിടെ വന്ന് അക്രമങ്ങൾ കാണിക്കൂല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അറബികളുടെ മനസ്സിൽ ഈ കഅബക്കും കഅബയുടെ പരിസരത്തിനുണ്ടായിരുന്ന മഹത്വം, അവർ കൽപ്പിച്ചിരുന്ന മഹത്വം കാരണമായിട്ട് അതിൻ്റെ നേരെ അതിക്രമങ്ങൾക്കാരും എരിഞ്ഞു വരാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുറൈശികൾ അവിടെ സുരക്ഷിതരാണ്. ഈ സുരക്ഷിതത്വം എന്നതും ഈ സമ്പന്നത, പട്ടിണിയില്ലായ്മ എന്നതും കച്ചവടത്തിനുള്ള ഈ സൗകര്യം ലഭിച്ചു എന്നുള്ളതും അത് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹം കണക്കിലെടുത്തുകൊണ്ട് ഈ അനുഗ്രഹദാതാവിനെ അവന് കീഴ്പ്പെട്ട് ജീവിക്കാണ് വേണ്ടതെന്നാണ് ഈ സൂറത്തിൽ പറയുന്നത്. ഇതിലെവിടെയാണ് ഗോത്രമഹിമയുടെ ഉള്ള പരാമർശമുള്ളത്? ഇവിടെ ആകെ പറഞ്ഞത് ഖുറൈശ് എന്നുള്ള ഒരു വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടുള്ളത് മാത്രമാണ്. ലോകത്ത് മനുഷ്യനോട് എന്തെങ്കിലും സംഗതി പറയുമ്പോൾ ഒന്നുകിൽ വ്യക്തിയെ സംബന്ധിച്ച് പറയേണ്ടി വരും, അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് പറയേണ്ടി വരും, അല്ലെങ്കിൽ നാടിനെ സംബന്ധിച്ച് പറയേണ്ടി വരും. ഈ പരാമർശങ്ങളൊന്നും ആരും ഗോത്രമഹിമ എടുത്തു പറയുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു നാടിനെ പ്രത്യേകം മഹത്വവൽക്കുന്നതായിട്ടോ ആരും കാണാറില്ല. കാരണം മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ്റെ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആധുനിക കാലത്ത് ജബ്ബാർ പറയുന്ന പരിഷ്കൃത കാലത്ത് പോലും മനുഷ്യൻ ഗോത്രത്തെയും കുടുംബത്തെയും അതുപോലെ തന്നെ വ്യക്തികളെയും നാടുകളെയും ഒക്കെ എടുത്തു പറയുന്നത്. അതുമാത്രമേ ഈ സൂറത്തിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ജബ്ബാറിനുള്ള ഖുർആനോടുള്ള ഖലിപ്പ് തീർക്കാൻ പറ്റിയൊരു സന്ദർഭമായിട്ട് ജബ്ബാർ ഇതിനെ ഉപയോഗപ്പെടുത്തി എന്നത് മാത്രമാണ് ഇതിലുള്ള വസ്തുത. രണ്ടാമത്തേത് പരിഷ്കൃത യുഗത്തിൽ ഇതൊന്നും പറയാൻ പാടില്ല പോലും. പറഞ്ഞാൽ അത്തരം പറയുന്ന ആളുകൾ ജയിലിൽ പോയിട്ട് ഗോതമ്പിൻ്റെ ഉണ്ട തിന്നേണ്ടി വരുമെന്നാണ് മൂപ്പർ പറയുന്നത്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നാണ് ജീവിച്ചിരിക്കണമെങ്കിൽ ലോകത്തോട് ഇന്നാണ് ഇത് പറയുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗോതമ്പിൻ്റെ ഉണ്ട തിന്നേണ്ടി വരുന്ന എന്ന് പറഞ്ഞാൽ ഇത് ഖുർആനിൽ ഇന്ന് രേഖപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. ഇതിൻ്റെ പേരിൽ ലോകത്ത് ഒരു മുസ്ലിമിനെയും ഒരു ഗവൺമെൻറ്റും പിടിച്ചുകാട്ട് ജയിലിലേക്ക് പറഞ്ഞേക്കുകയോ എന്നിട്ട് ഗോതമ്പിൻ്റെ ഉണ്ട തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഈ പരിഷ്കൃത യുഗത്തിൽ, പരിഷ്കൃത സമൂഹത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു ഗോപി ഉണ്ടല്ലോ, മൂപ്പർ പറഞ്ഞത് ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾ അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ദലിതുകൾ പോലുള്ള വിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ മേൽജാതിക്കാർ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണം. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മേൽജാതിയും കീഴ്ജാതിയും ഒക്കെ ഉണ്ട്. ഇത് പറഞ്ഞ കേന്ദ്രമന്ത്രി ഇപ്പോഴും സുരക്ഷിതനായി ഇവിടെ കഴിഞ്ഞുകൂടുകയാണ്. യാതൊരു കേസും അയാളുടെ പേരിൽ ആരും എടുത്തിട്ടില്ല. അയാളൊരു ജയിലിലും പോയിട്ട് ഗോതമ്പിൻ്റെ ഉണ്ട തിന്നേണ്ടി വന്നിട്ടില്ല. ഇനി ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലുടനീളം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ജാതി വ്യവസ്ഥയാണ്. ഇത് നിഷേധിക്കാൻ ജബ്ബാറിനെന്ന് മാത്രമല്ല, ജബ്ബാറിൻ്റെ അപ്പൂപ്പം വന്നാലും സാധ്യമല്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ ഇവിടെ ആരെയെങ്കിലും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ടോ? ആരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റുകളൊക്കെയും അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജാതി വ്യവസ്ഥ നീണാൽ വായട്ടെ എന്നുള്ള നിലക്കാണ് ഇവിടുത്തെ സമൂഹങ്ങൾ നിലകൊള്ളുന്നത്. അതിന് ലോകാടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അമേരിക്ക ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞങ്ങളാണ് ലോകത്തിൻ്റെ പോലീസ്, ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത്. ഇപ്പം ട്രംപ് വന്നതിൻ്റെ ശേഷം കുറച്ചുകൂടി ഒന്ന് ഉഷാറായി തീർന്നിരിക്കുക ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവരൊന്നും ജയിലിൽ പോകണില്ല, ആരും അവരെ ജയിലിൽ പിടിച്ച് ഉണ്ട തിന്നാൻ വേണ്ടി നിർബന്ധിക്കണമില്ല. എന്നിട്ടാണ് മൂപ്പര് തട്ടിവിടുന്നത്. ഇത് ഇന്നാണ് സൂറത്ത് ഇറങ്ങുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ജനങ്ങളെ ഓതി കേൾപ്പിക്കണമെങ്കിൽ മൂപ്പര് ജയിലിലേക്ക് പോകേണ്ടി വരും. എന്നിട്ട് പറയണത് എന്താണ്? ഇത് മുഹമ്മദിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാക്കുന്ന സൂറത്താണ്. അത് നേരത്തെ പറഞ്ഞ പിന്നെ ആ പല്ലവി തന്നെയാണ്, പിച്ചും പയും പറയണ ആ പല്ലവി തന്നെയാണ് പിന്നെയും മൂപ്പര് എടുത്തു ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായി വളർന്നത് കൊണ്ട് കഅബയുടെ ഊരാളപ്പണി മൂപ്പർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ആ ഊരാളപ്പണി കിട്ടാൻ വേണ്ടി അറേബ്യയിലുള്ള ജനങ്ങളെ മുഴുവൻ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ ജബ്ബാർ ഇത്രമാത്രം ബുദ്ധിഹീനനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കുറച്ചൊക്കെ ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അറേബ്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏകത്വവും ഇസ്ലാമും അംഗീകരിക്കുമ്പോൾ അവർ ഒന്നിച്ചോളും. അത് മറ്റൊരു സംഗതിയാണ്. ജബ്ബാർ പറയുന്ന കാണുന്ന രീതിയിലുള്ള ഒരു ഒന്നിപ്പിക്കലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമുമായിട്ട് വരേണ്ട ഒരു കാര്യമില്ല. അവിടെ ഒന്നിക്കൽ ഇന്നത്തെ പോലെ പിന്നെ ഉള്ള അറബി ദേശീയതയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടാൽ മതി. അതിന് ഇന്നത്തെ പേര് തന്നെ കൊടുക്കണം എന്നില്ല. അന്ന് അറബികൾക്ക് മനസ്സിലാണെങ്കിൽ പേര് കൊടുത്താൽ മതിയല്ലോ. ആ നിലക്ക് അവർ ഒന്നിപ്പിക്കാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അതല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ഈ അറബികളെ തൻ്റെ ശത്രുക്കളാക്കി മാറ്റുന്ന വിധത്തിലുള്ള സമീപനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടാടുന്ന വിശ്വാസപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള അനാചാരങ്ങളും തെറ്റായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ എതിർക്കുകയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സമൂഹം ഒന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ തിരിഞ്ഞിട്ടുള്ളത്. പിന്നെ കഅബയുടെ ഊരാളത്വം എന്ന് പറയുന്നത് കഅബയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ അവിടെ രണ്ട് കുടുംബത്തിൻ്റെ ഖുറൈശി ഗോത്രത്തിലെ രണ്ട് കുടുംബത്തിൻ്റെ കയ്യിലാണ്ടായിരുന്നത്. അതിലൊന്ന് ബനൂ ഉമയ്യയുടെ കയ്യിലായിരുന്നെങ്കിൽ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ബനൂ ഹാഷിമിൻ്റെ കയ്യിലാണ്ടായിരുന്നത്. പിന്നെ ഒരു കുടുംബത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന ആളുകൾ പോവും, പിന്നെ ഈ ലോകത്തോട് വിട പറയുമ്പം മരിക്കുമ്പോൾ അടുത്ത തലമുറ അത് ഏറ്റെടുക്കും. അങ്ങനെ കുറച്ചുകൂടി കാത്തു നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അത് വരാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്തിട്ടുള്ള എന്താണ്? സമൂഹത്തിൻ്റെ പിന്നെ ഒഴുക്കിനെതിരിൽ നീന്തി എന്നുള്ളതാണ്. എന്നിട്ട് ഇവരോട് പറയണത് എന്താണ്? ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ റബ്ബിന് അവർ ഇബാദത്ത് ചെയ്യണം. ഈ ഭവനത്തിനൊരു റബ്ബുണ്ട് എന്നുള്ളത് ഖുറൈശികൾ മൊത്തത്തിൽ എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അബ്രഹത്തും ആളുകളും കഅബയെ തകർക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നാഥ, ഈ ഭവനത്തെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നീ തന്നെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണം. അബ്രഹത്തിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ? ഞാൻ ഒട്ടകത്തിൻ്റെ ഉടമയാണ്, കഅബയ്ക്ക് അതിൻ്റെ ഒരു ഉടമയുണ്ട്, അതൊന്ന് നോക്കിക്കോളൂന്നാ. ഇതെന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞിട്ടുള്ളത്? അത് ഖുറൈശികൾ വിശ്വസിച്ചിരുന്നൊരു സംഗതിയാണ്, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഖുർആൻ ഈ സൂറത്തിൽ പറയുന്നത് ജബ്ബാർ പറയുന്നത് പോലെ ഇവിടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കുകയോ കുടുംബമഹിമ ഉയർത്തി കാണിക്കുകയോ അല്ല ചെയ്യണത്. ഈ കുടുംബമഹിമയും ജാതി വ്യവസ്ഥയും ഒക്കെ തൂത്തെറിഞ്ഞിട്ട് ഖുറൈശികൾ മുമ്പന്തിയിൽ നിൽക്കേണ്ടത് ഈ ഭവനത്തിൻ്റെ ഉടമയായിട്ടുള്ള അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ കഅബയുടെ ചുറ്റും അവർ കൊണ്ടുവന്ന് നാട്ടിയിട്ടുള്ള ഈ വിഗ്രഹങ്ങൾ മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ഭവനം പണിതുയർത്തിയിട്ടുള്ളത് ആ ഉദ്ദേശത്തിന് വേണ്ടി ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ പണിയെടുക്കാൻ മുന്നോട്ട് വരണം. അതെന്തുകൊണ്ട്? ചുറ്റുവട്ടത്തുള്ള അറബികളെക്കാളൊക്കെ അവർക്ക് അള്ളാഹു മഹത്വം നൽകിയിട്ടുള്ളത് 3 സംഗതിയാലാണ്. അതവർ ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹം മുമ്പിൽ വെച്ചുകൊണ്ട് അവർ ഈ ഒരു രീതി സ്വീകരിക്കണം എന്നാണ് ഖുർആൻ അവരോട് പറയുന്നത്. ഇവിടെ എവിടെയാണ് ജാതി വ്യവസ്ഥ ഉള്ളത്? ഗോത്രമഹിമ ഉയർത്തി കാണിക്കണത് എവിടെയാണ്? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പായ്യാരം പറഞ്ഞ് പിച്ചും പേയും പറഞ്ഞിട്ട് തൻ്റെ അനുയായികളെ രസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ജബ്ബാർ ഇതുപോലുള്ള സംഗതികൾ തട്ടിവിടുന്നത് എന്നത് മാത്രമാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇനിയും അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും ഈ പറഞ്ഞതിലൊന്നും ഒരു കഴമ്പും ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന പരിഷ്കൃത ലോകത്ത് അങ്ങനെയുള്ളൊരു സംഗതി ഇല്ലതാനും. പരിഷ്കൃത ലോകം, ഇന്നത്തെ പരിഷ്കൃത ലോകം ഏറ്റവും അപരിഷ്കൃത വിധാനത്തിലേക്കും സമീപനത്തിലേക്കുമാണ് ഇന്ന് മുതലക്കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വന്നിട്ടുള്ളതിൻ്റെ ഉദ്ദേശവും. ഈ ഗോത്രമഹിമയോ അല്ലെങ്കിൽ നാട്ടിന് കൽപ്പിക്കുന്ന നാട്ടിൻ്റെ അതിർത്തികൾക്ക് കൽപ്പിക്കുന്ന ഈ അനാവശ്യമായിട്ടുള്ള പരിഗണനകളോ
അല്ലെങ്കിൽ മനുഷ്യരെ പല വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്ന ജാതി വ്യവസ്ഥയോ ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്ത് നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അതിനെ നേരെ തിരിച്ചിടാനാണ് ജബ്ബാർ ഇവിടെ ശ്രമിക്കുന്നത്. ജബ്ബാറിൻ്റെ ഈ വൃഥാശ്രമം അത് ഒരിക്കലും തന്നെ ഫലവത്താവില്ല എന്നുള്ളത് ജബ്ബാർ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ജബ്ബാറിന് നല്ലത്, ഇല്ലെങ്കിൽ അയാൾ മാനം കെടുകയേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ജബ്ബാറിനോട് നമുക്ക് പറയാനുള്ളത്.